ഒരു മാഷേ ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്നത് 2000 രൂപയുടെ നോട്ടും കൊണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്തിനാ മാഷ് 2000 രൂപ കൊണ്ടുവന്ന്, ഇത് ആർക്കോ കൊടുക്കാനുള്ളതാണല്ലോ. ഇങ്ങനെ മാഷ് മുന്നിൽ ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ വന്നു നിന്നിട്ട് ആ 2000 രൂപ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇത് ആർക്കാണ് വേണ്ടത്, ആർക്കാ വേണ്ടത് പറഞ്ഞോളൂ. അപ്പൊ കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എപ്പോഴും ഉറങ്ങിക്കിടക്കാറുള്ള ബാക്ക് ബെഞ്ച് പോലും എഴുന്നേറ്റ് നിന്നിട്ട് ആർത്ത് വിളിക്കുന്നുണ്ട്, മാഷേ എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാഷ് ആ നോട്ട് ഇങ്ങനെ താഴെ ഇട്ടിട്ടെ അതിലിങ്ങനെ ചെളിയാക്കി, ഇങ്ങനെ പൊടിയാക്കി. പൊടിയാക്കിയതിനു ശേഷം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, അങ്ങനെ പറയുന്നത്. അപ്പൊ മാഷ് ഒന്നുകൂടെ താഴെ ഇട്ടിട്ട് അതിലിങ്ങനെ ചവിട്ടിയതിനു ശേഷം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ചെരുപ്പിന്റെ അടയാളങ്ങളുള്ള ആ നോട്ടിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇപ്പത് ആർക്ക് വേണം? അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു, മാഷേ ഞങ്ങൾക്ക് എന്തായാലും വേണം. മാഷ് അതിങ്ങനെ ചുരുട്ടിയതിനു ശേഷം ചോദിച്ചു, ഇനി ഇത് ആർക്ക് വേണം? ചെളിയായി, പൊടിയായി, ചെരുപ്പിന്റെ അടയാളമുണ്ട്, ചുളിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് വേണം മാഷേ. അപ്പം മാഷ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ നോട്ട് പിന്നെയും പിന്നെയും വേണം എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, മാഷേ ചെളിയായാലും പൊടിയായാലും 2000 രൂപ 2000 രൂപ തന്നെയാണല്ലോ, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. അപ്പം മാഷേ കുട്ടിയൊക്കെ പറഞ്ഞെടുത്തു, എന്നാലേ ഇങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ്? ചിലപ്പോൾ ചെളിയൊക്കെ ആവുന്നേ, ചിലപ്പോൾ നല്ല പൊടിയൊക്കെ ആവും, ആരുടെയൊക്കെയോ ചവിട്ട് കൊണ്ട് ചെരുപ്പിൻ്റെ അടയാളങ്ങളും വരും, ആരൊക്കെയോ അങ്ങനെ ചുരുട്ടി വലിച്ചെറിയുകയും ചെയ്യും. അപ്പോഴും 2000 രൂപയ്ക്ക് 2000 രൂപയുടെ വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞതുപോലെ ജീവിതത്തിനൊരു വിലയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതം വളരെ പ്രധാനമായിരിക്കണം. നമ്മുടെ ആത്മാവിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയില്ലേ. എന്താണ് ആത്മവിശ്വാസം? ആത്മാവിൽ വിശ്വസിക്കുക. എന്താ ദൈവവിശ്വാസം? ദൈവത്തിൽ വിശ്വസിക്കുക. ആത്മവിശ്വാസം എന്താണ്? ആത്മാവിൽ വിശ്വസിക്കുക. ആത്മാവ് എവിടുന്നാ വന്നത്? എല്ലാ മതങ്ങളും പറയണത് ആത്മാവ് വന്നത് ദൈവത്തിൽ നിന്നാണെന്നാണ്. ശരീരം ഒരു മണ്ണിൻ്റെ കൂടാണ് ശരീരം. ഇതിൽ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് വന്നതോടുകൂടി ഇതിന് ജീവനുണ്ടായി. മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ആത്മാവ് പുറത്തേക്ക് പോയി. അതാ ആത്മാവില്ല എന്ന് എഴുതിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോലും അങ്ങനെ എഴുതിയിട്ടുണ്ട്, ആത്മാവൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷെ ആത്മാവുണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഉണ്ട്. ഇപ്പൊ ഒരു കുട്ടിയുടെ അമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു കേട്ടോ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയാണ്, കരയുകയാണ്, എൻ്റെ അമ്മ പോയി എന്ന് പറയാ. അമ്മ പോയിട്ടുണ്ടോ? അമ്മയല്ലേ കിടക്കുന്നത്? അമ്മയുടെ കണ്ണ്, അമ്മയുടെ മൂക്ക്, അമ്മയുടെ കൈ, അമ്മയുടെ കാല്, അതാ അമ്മയല്ലേ കിടക്കുന്നത്. പിന്നെ ആരാ പോയത്? ആരോ ഒരാൾ പോയിട്ടുണ്ട്. അടച്ചിട്ട് ICUവിൽ നിന്ന് ആരോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ ആരോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ ഇറങ്ങിപ്പോയ ആളുടെ പേരാണെന്ത്? ആത്മാവ്. മതങ്ങൾ പറയണത് അയാളെ ശ്രദ്ധിച്ചോളൂ എന്നാണ്. ഇയാളെ വല്ലാതെ ശ്രദ്ധിക്കണ്ട, ഇയാൾ ഇവിടെ ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് ഇവിടെ തീരും. പക്ഷെ ആ ഇറങ്ങിപ്പോകുന്ന ആളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. അയാൾക്ക് മരണമില്ല, അയാൾക്ക് അടികൊള്ളൂല. ഒരാളെ തൂക്കിക്കൊന്നാൽ പോലും അയാൾക്കൊന്നും പറ്റൂല, അയാൾ ഇറങ്ങിപ്പോവും. ഈ ശരീരം ഇങ്ങനെ തൂങ്ങിയാടും. രോഗം ബാധിക്കുന്നത്, വിഷമങ്ങൾ സംഭവിക്കുന്നത്, മുറിവ് സംഭവിക്കുന്നതൊക്കെ ഈ ശരീരത്തിനാ, ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അയാൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ രാസപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ട്, മൂലപദാർത്ഥങ്ങളുണ്ട്. ആ മൂലപദാർത്ഥങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വിഘടിക്കും, നമ്മൾ മണ്ണാവും. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ അലിയുകയും ചെയ്യും. പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പാർക്കുന്ന ഒരാളാണ്.
അയാൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും. അയാളെ നല്ലോണം ശ്രദ്ധിച്ചോളൂ എന്നാണ് മതം പറയണത്. അയാളെങ്ങനെ വിശുദ്ധമാക്കി നിലനിർത്തിക്കോളൂ എന്നൊക്കെ ഖുർആനൊക്കെ അതാണ് പറയണത്. അപ്പോൾ മണ്ണിൻ്റെ ഒരു കൂടായ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ദൈവത്തിൽ നിന്ന് വന്ന അതിഥിയുടെ പേരാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള ദൈവികമായ വെളിച്ചത്തെ ഒരാൾ വിശ്വസിക്കുക എന്നാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? എൻ്റെ ഉള്ളിലുള്ള പടച്ചോൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരാളുണ്ട് എൻ്റെ ഉള്ളിൽ, അയാളിൽ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചോനിൽ വിശ്വസിക്കുക എന്നാണ്. ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൻ്റെ അയൽപ്പക്കത്തുള്ള രാജ്യം എപ്പോഴും ആക്രമിക്കുക, വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പോൾ ഈ രാജ്യം തീരുമാനിച്ചു ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാമെന്ന്. അങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ സേനയുടെ അധിപനുണ്ടല്ലോ, സൈന്യാധിപൻ പട്ടാളക്കാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അയാളുടെ കയ്യിലൊരു നാണയമുണ്ട്, ഒരു ചില്ലറ പൈസയുണ്ട്. ആ ചില്ലറ പൈസ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ ചില്ലറ പൈസ ഞാൻ മുകളിലേക്കിട്ടിട്ട് നമ്മൾ ചാപ്പാ കുരിശ് എന്ന് പറയില്ലേ, ചാപ്പയും കുരിശും, ചാപ്പാ കുരിശ്. അപ്പോൾ ഒരു ഭാഗത്ത് രാജമുദ്രയാണ്, രാജമുദ്ര. ഈ രാജമുദ്രയാണ് ഞാൻ മുകളിലേക്ക് ഇട്ടതിന് ശേഷം കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും. അതല്ല അതിൻ്റെ മറ്റേ വശമാണ് കാണുന്നതെങ്കിൽ നമ്മൾ തോൽക്കും. ഒരു ഭാഗത്ത് രാജമുദ്രയാണ്, മറുഭാഗത്ത് അതല്ല. മുകളിലേക്കിട്ടിട്ട് രാജമുദ്രയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. എന്തായാലും നമ്മൾ യുദ്ധം ചെയ്യും. നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ, തോൽക്കാനാണെങ്കിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ മുകളിലേക്കിട്ടിട്ട് നോക്കുമ്പോൾ രാജമുദ്രയാണ്. എല്ലാവരും കൈയടിച്ചു, സന്തോഷിച്ചു, തുള്ളിച്ചാടി, പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർക്ക് മനസ്സിലായി അവർ ജയിക്കും. അങ്ങനെ യുദ്ധത്തിന് പോയി, അവർ ജയിച്ചു. ശത്രുക്കൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഇവർക്ക് ഉറപ്പാണ് ഇവർ ജയിക്കുമെന്ന്. അങ്ങനെ അവർ പൊരുതി യുദ്ധം ചെയ്ത് അവർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ചവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ വലിയ സ്വീകരണങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. രാത്രിയായി. ആ സൈന്യാധിപനില്ലേ, അദ്ദേഹം അവിടെയുള്ള ഒരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് ഇങ്ങനെ നടന്നു. പുഴയുടെ കരയിൽ എത്തിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ആ നാണയമുണ്ട്, ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് മനസ്സിലിങ്ങനെ പറഞ്ഞു, രണ്ടു ഭാഗത്തും രാജമുദ്രയുള്ള ആ നാണയം ഇനി ഒരാളും കാണാൻ പാടില്ല. രണ്ടു ഭാഗത്തും രാജമുദ്രയായിരുന്നു. ജയിച്ചു. അവർ ജയിക്കാനുള്ള കാരണം എന്താണ്? അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ആത്മവിശ്വാസം. എവിടെയാണോ ഒരാൾക്കിത് നഷ്ടപ്പെടുന്നത് അയാൾക്ക് എവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ആത്മവിശ്വാസമാണ്. തോൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്, പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്, മാർക്ക് കുറയുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവർക്ക് തന്നെ നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമാകും. യു ക്യാൻ. നിങ്ങളെ കൊണ്ടതിന് സാധ്യമാകും. അസാധ്യമായി ഒന്നുമില്ലടാ. നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഈ ചോദ്യങ്ങളുടെ മുന്നിലാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ സൂര്യനുദിക്കുന്നത്. 1951 1952 എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയ ഒരാളുണ്ട്. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ആളുടെ പേരെന്താ? എഡ്മണ്ട് ഹില്ലരി അല്ലേ? ചെറിയ വയസ്സുള്ളായിരുന്നു അന്ന്, വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ ചരിത്രത്തിൽ ആ മനുഷ്യൻ എന്നുണ്ടാവും. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. CH മുഹമ്മദ് കോയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. എത്ര കൊല്ലം ജീവിച്ചതെന്നറിയാം? 56 വയസ്സ് വരെ. അദ്ദേഹത്തിൻ്റെ മകനുണ്ട് MK മുനീർ, നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ട ഒരാളാ അല്ലേ? MK മുനീറിന് ഇപ്പം എത്ര വയസ്സായി എന്നറിയാം? 57 വയസ്സ്.
MK മുനീറിൻ്റെ ഇന്നത്തെ പ്രായത്തിൻ്റെ മുന്നേ മരിച്ചുപോയ വാപ്പയുടെ പേരാണ് CH മുഹമ്മദ് കോയ. പക്ഷെ മലയാളിക്ക് എത്താവുന്ന ഉയരങ്ങളിലൊക്കെ എത്തിയ ആളാണ്. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, MP, ഒരു പത്രത്തിൻ്റെ എഡിറ്റർ, ചീഫ് എഡിറ്റർ, യാത്രികൻ, എഴുത്തുകാരൻ, എത്രയോ പുസ്തകങ്ങൾ എഴുതിയ ആള്, എത്രയോ രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് ആ രാജ്യങ്ങളിലെ കാഴ്ചകൾ എഴുതിയിട്ടുള്ള ആള്. അദ്ദേഹം പത്രാധിപരായിരുന്ന പത്രത്തിൻ്റെ എത്രയോ കാലത്തെ എഡിറ്റർ ഉണ്ട്, ഇപ്പോൾ ഈ മുന്നിലിരിക്കുന്നു. താനൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേരാണ് CK താനൂർ. ആ പേരിനെ അത്രമേൽ കൂടെ കൊണ്ട് നടന്ന് ഇങ്ങനെ ഓമനിച്ചു വളർത്തിയ ആളാണിത്, CK താനൂർ. ഞാൻ പറഞ്ഞതെന്താണെന്നറിയാം, ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. MSS പോലെ തന്നെ ഒരു സംഘടനയാണ് MES, കേട്ടിട്ടില്ലേ? MESൻ്റെ സ്ഥാപകനുണ്ട് ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ആകെ ജീവിച്ചത് 55 വയസ്സ് വരെയാണ്. 29 ജനിച്ച് 84 മരിച്ചു. 1964 MES എന്ന സംഘടന രൂപീകരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സെത്രയാണെന്നറിയാം? 30 വയസ്സാണ്. ഇന്ന് 170-ലേറെ സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു. 30 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന് കണ്ട സ്വപ്നമാണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ സ്വപ്നങ്ങൾ കാണുകയാണ് ഇവരൊക്കെയാണ് ഈ നാടിനെ മാറ്റിമറിച്ചത്, ഈ ലോകത്തെ മാറ്റിമറിച്ചത്. അങ്ങനെയുള്ള ആളുകളാ. അവർ കിനാവ് കാണുമായിരുന്നു. കാൾ മാക്സിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മാർക്സിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാൾ മാക്സ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്ന മനുഷ്യനാണ്. വായിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മർദ്ദിക്കപ്പെടുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആകുമായിരുന്നു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാളായി മാറാമായിരുന്നു. ഞാനതിന് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് നല്ല ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, പണമില്ലാത്തത് കൊണ്ടാണ്. ആ മകൻ മരിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഡയറിയിൽ എഴുതിയതാണ്, ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, പൈസ ഉണ്ടാക്കാനുള്ളൊരു ഉപകരണമാക്കി ഞാൻ എന്നെ മാറ്റൂല എന്ന്. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വലിയ വലിയ മനുഷ്യരാണ് അവരൊക്കെ. വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ചരിത്രത്തിൽ എന്ന് ഓർമ്മിക്കപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടില്ലെന്നേ. അവനവനെ കുറിച്ച് മാത്രം ആലോചിച്ച ആളുകൾ ചരിത്രത്തിലൊന്നും ബാക്കിയാക്കില്ല. ഓക്കെ, നമുക്ക് എവറസ്റ്റിലേക്ക് പോവാം. അങ്ങനെ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് 951-ലും 52-ലും അദ്ദേഹം കയറി നോക്കി. പക്ഷെ ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു പോന്നു, കയറാൻ പറ്റണില്ല. അത്ര ഉയരല്ലേ. അതിനു മുമ്പ് കയറിപ്പോയ ആളുകളൊക്കെ അവിടെ മരിച്ചതാ. അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇദ്ദേഹം തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരു സ്വീകരണം കൊടുത്തു. ഓരോ സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അവസാനം അദ്ദേഹം വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കെടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നു. നന്ദി എന്ന് പറയണം, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പിറകിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ എവറസ്റ്റിൻ്റെ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു. എവറസ്റ്റിൻ്റെ വലിയ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു. ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞ്, എവറസ്റ്റേ, നിന്റെ വളർച്ച അവസാനിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ വളർച്ച അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്റെ മുകളിലെത്തും എന്നാണ് പറഞ്ഞത്. 1953 മെയ് 29 രാവിലെ 11:29 എവറസ്റ്റിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് 3 കൊടികൾ ഇങ്ങനെ കുത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ വാക്ക് പാലിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്മണ്ട് ഹിലരി. അവനവൻ്റെ ഉള്ളിലെ ആത്മാവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ എവറസ്റ്റ് കീഴടക്കിയ ഒരു മനുഷ്യന് പിന്നെ ഏത് എവറസ്റ്റും കീഴടക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എഡ്മണ്ട് ഹിലരി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതല്ല, പിന്നെയും ആ വീണടത്ത് നിന്ന് നിങ്ങൾ പിടഞ്ഞെഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം നിങ്ങളോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യം. ചിലപ്പോൾ തോൽക്കുകയൊക്കെ ചെയ്യും. പിന്നെയും ഒരാളുടെ പരിശ്രമത്തിലൂടെയാണ് അയാൾ ജയിക്കേണ്ടത്.
അങ്ങനെ പരിശ്രമിക്കാത്ത ആരും ഒന്നും ചെയ്തിട്ടില്ല ഈ ലോകത്ത്. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങൾ വായിക്കേണ്ടത് ജയിച്ച ആളുകളുടെ ആത്മകഥ മാത്രമല്ല, തോറ്റ ആളുകളുടെ ആത്മകഥ കൂടി വായിക്കണം എന്ന് പറഞ്ഞ. കാരണം അവരാണ് ശരിക്കും ജയിച്ചത്. ഒരു LP സ്കൂളിൽ സ്പോർട്സ് മത്സരം നടക്കുക. അപ്പോൾ 10 കുട്ടികളിങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ 10 കുട്ടികളിൽ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പ്രാർത്ഥന. ആകാശത്തേക്ക് കൈകൾ നീട്ടി ആകാശത്തേക്ക് നോക്കിയിട്ട് ദൈവമേ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കര പ്രാർത്ഥന. ഓട്ടമത്സരം തുടങ്ങി. അവൻ തോറ്റുപോയി എന്ന് മാത്രമല്ല, ഏറ്റവും പിറകിലായി പോയി. അപ്പോൾ അവൻ്റെ ടീച്ചർ ഓടി വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു. മോനെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റല്ലേ, സാരമില്ല കേട്ടോ, അടുത്ത മത്സരത്തിൽ ജയിക്കാം. അപ്പോൾ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞതാ, ടീച്ചറെ, ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതായിരുന്നില്ല, പിന്നെയോ തോറ്റാലും കരയരുതേ കരയരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. രണ്ട് മത്സരം നടന്നു. അതിൽ 2 തോറ്റ്. ഓ നല്ലോണം കരഞ്ഞ്. 3-ാമത്തെ മത്സരത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അവനിങ്ങനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാണ്, ദൈവമേ തോറ്റോട്ടെ, കുഴപ്പമില്ല, തോറ്റാലും എൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവരുതേ, ഞാൻ കരയരുതേ. രവീന്ദ്രനാഥ ടാഗോറിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ? നമ്മുടെ ദേശീയഗാനം എഴുതിയ ആളാണ് അദ്ദേഹം. സാധാരണ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ദൈവമേ, ദുഃഖങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, നീ വേണമെങ്കിൽ തന്നോ. ദുഃഖങ്ങൾ ഉണ്ടായാലും എൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകരുതേ എന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആരായിരുന്നു എന്നറിയാം? സങ്കടങ്ങളിലൂടെ ഇങ്ങനെ നീന്തിയൊരു മനുഷ്യനായിരുന്നു. ആ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വന്നതാണ്. 1902 വിവാഹം. 1903 കുട്ടിയുണ്ടായി. 1903 തീരുമ്പോഴേക്ക് ആ കുട്ടി മരിക്കുകയും ചെയ്ത്. 1904 അച്ഛൻ മരിച്ചു. 1917 ആയപ്പോഴേക്ക് പ്രിയപ്പെട്ടവൾ മരിച്ചു. 1922, 24, 26, 27 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും മരിച്ചു. 20 കൊല്ലം കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചുപോയി. ഒറ്റക്കായ മനുഷ്യൻ്റെ പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദൈവമേ, സങ്കടങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കണില്ല, നീ വേണമെങ്കിൽ തന്നോ, പക്ഷെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ പേടി ഉണ്ടാവരുത്. മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ നീ എത്തിക്കണമേ പിതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന രവീന്ദ്രനാഥ ടാഗോർ. എവിടെയാണോ ശിരസ് ഉന്നതവും മനസ്സ് പേടിയില്ലാത്തതുമാകുന്നത്, അവിടേക്ക്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ നീ എത്തിക്കണമേ പിതാവേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആ രാജ്യത്താണ് ഇന്ന് മനുഷ്യന്മാർക്ക് ഇങ്ങനെ തല കുനിക്കേണ്ടി വരുന്നത്, അല്ലേ? ഓരോ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, ദളിതനായി എന്നുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട്, വംശീയതയുടെ പേരിൽ, ജാതീയതയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഒക്കെ മനുഷ്യനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. മനുഷ്യന് തല കുനിക്കേണ്ടി വരികയല്ല മാത്രം ചെയ്യുന്നത്, തല കെട്ടിത്തൂക്കേണ്ടി വരുന്നു. രോഹിത് വെമുലയ്ക്കും ഫാത്തിമയ്ക്കും തല ഇങ്ങനെ കെട്ടിത്തൂക്കേണ്ടി വരുന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. മനുഷ്യൻ പരാജയപ്പെടുന്ന കാഴ്ചകൾ കാണുന്നു, മനുഷ്യൻ സങ്കടപ്പെടുന്ന കാഴ്ചകൾ കാണുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ആ വലിയ വലിയ മനുഷ്യന്മാർ സ്വപ്നം കണ്ടിരുന്നത്. താനൂരിൽ നിന്ന് കേട്ട അവസാനത്തെ വാർത്ത ഒരാളെ കൊന്ന വാർത്തയാണ്, ആണല്ലോ. ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് താനൂരിൽ നിന്ന് അവസാനമായിട്ട് കേട്ടത്. മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ ശത്രുവാക്കുന്നു, മനുഷ്യനെ വെറുക്കുന്നു. എന്തിൻ്റെ പേരില? കാരണങ്ങൾക്ക് നമുക്ക് യാതൊരു പഞ്ഞവുമില്ല. കാരണങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു.
അവനവൻ്റെ ഉള്ളിലെ ആ സാധ്യതയെ ഒരാൾ തിരിച്ചറിയണം. നമുക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അബ്ദുൽ കലാം പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ലത്, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒന്നിൻ്റെ പേരാണ് സ്വപ്നം. ലക്ഷ്യം എത്ര ഒരാൾക്ക് വലുതാകുന്നുണ്ടോ അത്രയുമാണ് ഒരാൾക്ക് അതിനുള്ള പ്രയത്നങ്ങൾ വലുതാവുക. അല്ലേ? നിങ്ങൾ ടോം ആൻഡ് ജെറി കാണാറില്ലേ? അല്ലേ? നേരത്തെ കേട്ട അത്ര സൗണ്ട് ഇല്ലല്ലോ ഇപ്പം. ടോം ആൻഡ് ജെറിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുക. അതാണ് അവിടെ സംഭവിക്കുന്നത്. എപ്പോഴും ആരാ ജയിക്കുക? എലിയാണോ പൂച്ചയാണോ ജയിക്കുക? എലിയാ ജയിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? പൂച്ചയ്ക്ക് ആവശ്യം എന്താണ്? ഒരു നേരത്തെ ഭക്ഷണമാണ്. എലിക്ക് എന്താ ആവശ്യം എന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു ജീവനാണ്. പൂച്ചയ്ക്ക് ഈ എലി പോയാൽ അടുത്ത എലി കിട്ടും. പക്ഷെ എലിക്ക് അങ്ങനെയല്ല. ഒരു ജീവൻ പോയാൽ പിന്നെ വേറെ ജീവനില്ല. നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് എലി വിജയിക്കുന്നത്, പൂച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ആ പരാജയത്തിൻ്റെ പേരിൽ ഒരിക്കലും പൂച്ച കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ മനുഷ്യന്മാരാ ചെയ്യുക. അല്ലേ? ഒരു എലി പോയാൽ അടുത്ത എലി, അത്രയേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ഒരു എലി കാണാതായതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യും. പൂച്ചകൾ അങ്ങനെ ആത്മഹത്യ ചെയ്യൊന്നുമില്ല, മനുഷ്യന്മാരങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് നമ്മൾക്ക് കുതിക്കാൻ കഴിയുക, മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. വലിയ വലിയ സ്വപ്നങ്ങൾ കിനാവ് കണ്ടവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ സ്വപ്നം കണ്ടവർക്ക് ചെറിയ ചെറിയതിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരാൾക്ക് കഴിയണം. ആ സ്വപ്നങ്ങൾ നിങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അതാണ്. ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്ന ഒരാളുണ്ട്. നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീലാണ്. ഒരുപാട് കേസുകളുടെ നടുവിൽ ഇങ്ങനെ കഴിയുന്നൊരു വക്കീലായിരുന്നു അദ്ദേഹമാണ്. ഒരു നിമിഷം ആലോചിക്കേണ്ടത്, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അത്രയും തിരക്കൊക്കെയുള്ള വക്കീലാണ്. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. ദക്ഷിണാഫ്രിക്ക വിട്ടു. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. അല്ലേ? ഒറ്റ മനുഷ്യൻ്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ? അല്ലേ? നമ്മളെപ്പോലൊരു മനുഷ്യൻ 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് 77 വയസ്സായി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിണറായി വിജയൻ്റെ വയസ്സെത്തിയപ്പോഴേക്ക് മരിച്ചുപോയ ഒരാളാണ് ഗാന്ധിജി. 78 വയസ്സേ ആകെ ജീവിച്ചിട്ടുള്ളൂ. ശരി, മനുഷ്യനൊരു നാടിൻ്റെ ചരിത്രം മാറ്റിക്കളഞ്ഞു. നമ്മളെപ്പോലൊരു മനുഷ്യൻ സ്വപ്നം കണ്ടതാ. ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത എന്ന് പറയുന്നത്. ഇത് വേറെ ആർക്കും ഇല്ല. ഒരു പൂച്ചയ്ക്ക് അവസാനം വരെ ഒരു പൂച്ചയാകാനേ കഴിയുള്ളൂ. ഒരു മരത്തിന് അവസാനം വരെ ഒരു മരമാകാനേ കഴിയുള്ളൂ. അല്ലേ? ശരി, മനുഷ്യനോ എന്തൊക്കെ ആകാൻ കഴിയും? ഡോക്ടറാകാൻ കഴിയും, എഞ്ചിനീയർ ആകാൻ കഴിയും, പത്രപ്രവർത്തകനാകാൻ കഴിയും, തൊഴിലാളിയാകാൻ കഴിയും, വീട്ടമ്മയാകാൻ കഴിയും, ഉപ്പയാകാൻ കഴിയും, ഉമ്മയാകാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് സാധ്യതകളുടെ വലിയൊരു പാരാവാരം കിടക്കുന്നുണ്ട്. നമ്മുടെ പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നു ചേരുന്നത്? ശരി, പൂച്ചയ്ക്ക് ഇതിൽ വളരെ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ. ഒരു മരത്തിനൊരു മരമാകാനേ കാലാകാലം കഴിയുള്ളൂ. ശരി, മനുഷ്യൻ അങ്ങനെയല്ല. സാധ്യതകൾ അത്രയേറെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ?
മനുഷ്യൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ആ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് എൻ്റെ അനിയന്മാരോടും അനിയത്തികളോടും പറയാനുള്ളത്. നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ വീഴാൻ പാടില്ല, അതെന്തായിരുന്നാലും. പലപ്പോഴും അങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും ഉണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ആ സ്വപ്നങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അതിൽ ദുശ്ശീലങ്ങളുണ്ട്, വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട്, വേണ്ടാത്ത അടിമത്തങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. മനുഷ്യനുണ്ടല്ലോ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വിശുദ്ധമായ ഒന്നാണ്. പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത് വിശുദ്ധമായൊരവസ്ഥയിലാണ്. പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ വിശുദ്ധി ഇല്ലാതാക്കാൻ കഴിയും. അതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത. നേരത്തെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ, പൂച്ച മരിക്കുന്നത് വരെ ഒരേ പ്രകൃതിയിലായിരിക്കും, അത് മാറൂല. മനുഷ്യനെയും അതുപോലെ പ്രകൃതിയിലാണ് സൃഷ്ടിച്ച്. കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, എന്ത് ശുദ്ധമായ പ്രകൃതിയാ, ആരോടും പകയില്ല, വിദ്വേഷമില്ല, എന്ത് രസമായിട്ട് അവർ ജീവിക്കുന്നത്. നമുക്ക് ആളുകളോട് പകയൊക്കെ തോന്നും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, എന്തിനാ വാപ്പ അവരോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്തിനമ്മ നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാത്ത, എന്താണ് നിങ്ങൾക്ക് എന്താ അവരോട് ഇത്ര ദേഷ്യം? ശരിയല്ലേ? അവരുടെ ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം അത് കാണുമ്പോഴേ സ്വതസിദ്ധമായ മനുഷ്യപ്രകൃതിയുള്ള കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, ആ മനുഷ്യപ്രകൃതിയിൽ നിന്ന് മോശം പ്രകൃതിയിലേക്ക് എത്തിയ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാ ആളുകളെ ഇങ്ങനെ വെറുക്കുകയൊക്കെ ചെയ്യുന്നത്, എന്തിനാ ആളുകളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, നമ്മളോട് ചോദിക്കും. മനുഷ്യന് കേടുവരും. അങ്ങനെ ഒരു സാധ്യത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നന്നാകാനും കഴിയും, ഒരു നിമിഷം മതി രണ്ടിനും. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്ലാറ്റിനം എന്ന് പറഞ്ഞ ലോഹത്തെക്കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? പ്ലാറ്റിനം ഏറ്റവും വില കൂടിയ ലോഹമാണ് പ്ലാറ്റിനം. പക്ഷെ ഇതേ പ്ലാറ്റിനം തന്നെ ആണ് കുറേ കാലം കഴിഞ്ഞാൽ അലൂമിനിയമായി മാറുന്നത്. കേട്ടിട്ടുണ്ടോ അത്? ഏറ്റവും വില കൂടിയ, ഏറ്റവും മൂല്യമേറിയ ഒരു ലോഹം ആണ് പ്ലാറ്റിനം. പക്ഷെ ഇതേ പ്ലാറ്റിനത്തിൻ്റെ ഉള്ളിൽ തന്നെ അലൂമിനിയമായി മാറാനുള്ള സാധ്യതയുണ്ട്. കുറേ കാലം കഴിഞ്ഞാൽ അത് അലൂമിനിയം ആവും. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ലോഹമാണ്. ഇതുപോലെ മനുഷ്യന്മാരും നമ്മുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സംഗതി എന്ന് നമുക്ക് താഴേക്ക് പോകാൻ കഴിയും. അവിടെയാണ് ഈ മനുഷ്യന് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ ചെന്ന് പെടുക. നല്ല ഒരു അച്ഛൻ അല്ലെങ്കിൽ നല്ല ഒരു അമ്മ, നല്ല വാപ്പ, നല്ല ഉമ്മ, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് വളർത്തിയതായിരിക്കും. പക്ഷെ ഇവൻ തെറ്റായ കൂട്ടുകെട്ടുകൾ കൊണ്ട്, തെറ്റായ സൗഹൃദങ്ങൾ കൊണ്ട് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ പോയിട്ടെത്തും. ഇതുണ്ടാവുക. കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ ഇഷ്ടമാണോ? അമ്മയെ അല്ലേ ഇഷ്ടമല്ലേ? വാപ്പയെ ഇഷ്ടമല്ലേ? അച്ഛനെ? പക്ഷെ ഇതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? എനിക്ക് ഈ വാപ്പ അല്ല ആ വാപ്പ മതി എന്ന് പറയാൻ കഴിയുമോ? സാധ്യതയല്ല. അങ്ങനെ ഒരു സാധ്യത അതിനകത്തില്ല. എനിക്ക് ഈ ഉമ്മ വേണ്ട, വേറൊരു ഉമ്മ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തില്ല. എനിക്ക് ഈ കാക്ക വേണ്ട, മറ്റേ കാക്ക മതി, അയൽപ്പക്കത്തെ വീട്ടിലെ കാക്ക മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കാനെ തന്നെ കിട്ടുള്ളൂ. കാരണം ഈ കാക്കാനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതങ്ങനെ കിട്ടുക. ഈ കൈ വേണ്ട, എൻ്റെ കൈ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യേ നമുക്ക് കിട്ടുള്ളൂ. ഇതിലൊന്നും നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള രണ്ട് ആളുകളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് കൂട്ടുകാർ, അല്ലേ? രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, ഭാര്യ ഭർത്താവ്, അല്ലേ? ഇതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ആ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത് ശരിക്കും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലേ നേരത്തെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള ബന്ധം പോലും ജീവിതത്തിൽ ഇല്ലാതായി പോവും. അതുകൊണ്ടാണ് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കണം എന്നാ പറയാ. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തുണ്ടായതുകൊണ്ടാണ്. തമാശക്ക് തുടങ്ങിയ കുറേ ശീലങ്ങളൊക്കെ ഉണ്ടാവും.
കൂട്ടുകാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കും, പക്ഷെ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതാണ് ഈ ദുശ്ശീലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരച്ഛൻ ഒരു ദിവസം അച്ഛൻ്റെ മോനെയും കൊണ്ട് ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് പോയതാ. അങ്ങനെ ഈ ആപ്പിളൊക്കെ കണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അച്ഛൻ കുട്ടിക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ. ആ ബോട്ടിലിനകത്ത് ഒരാപ്പിൾ വളർന്ന് പാകമായിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ആ ബോട്ടിലിനകത്തേക്ക് ഒരിക്കലും ആപ്പിളിന് കയറി പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? ആപ്പിൾ വളർന്നിരിക്കുന്നു, പക്ഷേ ആപ്പിൾ ഇപ്പോൾ ഉള്ളത് ബോട്ടിലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അത് വളരെ സിമ്പിളാണ്, എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാലി ബോട്ടിലെടുത്തു. കാലി ബോട്ടിലെടുത്തിട്ട് ചെറിയ ആപ്പിൾ ഉണ്ടാവില്ലേ, മുട്ട്, ആ മുട്ട് അതിനകത്തിട്ടിട്ട് കെട്ടിയിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, പിന്നെയും അവർ വന്നു. വന്നപ്പോഴോ ബോട്ടിലിനകത്ത് ആപ്പിൾ വളർന്നിരിക്കുന്നു. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. മുട്ട ആകുന്ന സമയത്തുള്ളിൽ കയറിയതാ, അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി ഒന്നുകിൽ ആപ്പിൾ പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ ബോട്ടിൽ പൊട്ടിക്കണം, എന്നാലേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ആപ്പിൾ പൊട്ടിച്ച് ബോട്ടിൽ പൊട്ടിച്ചാലേ പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യം എങ്ങനെയായിരുന്നു? മോനെ, ഇതുപോലെയാണ് തെറ്റായ ശീലങ്ങളൊക്കെ. നമ്മളതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ കുടുങ്ങിപ്പോവും. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയതായിരിക്കും, പക്ഷെ നമ്മൾ വളരുന്നതിനൊപ്പം ആ ശീലങ്ങൾ നമ്മുടെ കൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങും. നമ്മൾ ആ ശീലത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അതുകൊണ്ട് മോൻ തെറ്റായ ശീലങ്ങളിലേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് അതിസുന്ദരമായിട്ട്. ആനന്ദ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടാ? ആനന്ദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാ. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട്, ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 അടിമകളുണ്ട്. ഒരടിമയുടെ പേര് ഗോവർദ്ധൻ എന്നാണ്, മറ്റേ അടിമയുടെ പേര് അലി എന്നാണ്. ഈ 2 ആളുകളും ഒരു യജമാനൻ്റെ അടിമകളാണ്. ഒരു ദിവസം യജമാനന് ഇവരോട് സ്നേഹം തോന്നിയിട്ട് 2 ആളെയും മോചിപ്പിച്ചു. അവർ സ്വതന്ത്രരായി, ഭയങ്കര സന്തോഷമായി. പക്ഷേ സ്വതന്ത്രരായതിനു ശേഷം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ അടിമകളായി മാത്രം ജീവിച്ച ആളുകളാണ്. അവർ സ്വതന്ത്രരായി എങ്ങനെ ജീവിക്കാമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ അവസാനം അവരെന്താ ചെയ്യുന്നതെന്നറിയാം? യജമാനൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അടിമകളായാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അടിമത്തം. അഡിക്റ്റ് ആവുക എന്നല്ലേ നമ്മൾ പറയാ? ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പറയാ, അടിമയാകുക എന്നാ പറയാ. തെറ്റായ ശീലങ്ങൾക്ക് അടിമയാവും, തെറ്റായ പ്രവർത്തനങ്ങൾക്ക് അടിമയാവും, തെറ്റായ ആഗ്രഹങ്ങൾക്ക് അടിമയാവും. അങ്ങനെയാണ് മനുഷ്യനിങ്ങനെ കേടുവരിക. ഒരു ദിവസം ഒരമ്മയുടെ ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെമ്പിൻ്റെ കുടമുണ്ട്, ചെമ്പിൻ്റെ കുടം. ആ കുടത്തിലിങ്ങനെ കൈയിട്ടതിന് ശേഷം പുറത്തേക്ക് എടുക്കാൻ കഴിയണില്ല. കൈ വേദനിക്കാൻ തുടങ്ങി, എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം അമ്മ ഓടി വന്നു. അമ്മ വരുമ്പോൾ കാണുന്നത് ഇതാണ്, ഇവൻ ആർത്ത് കരയാ, കൈയാണെങ്കിൽ അതിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത്. അമ്മ ഇങ്ങനെ മെല്ലെ വലിച്ചു നോക്കി, കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം അമ്മയ്ക്ക് മനസ്സിലായി, കുടം പൊട്ടിക്കാം, കുടം കീറിയിട്ട് കൈ പുറത്തേക്ക് എടുക്കാം. പക്ഷെ അപ്പം അമ്മക്ക് ഇങ്ങനെ വെറുതെ തോന്നി, മോനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചതാണോ എന്ന്. അപ്പം അമ്മ അവനോട് പറഞ്ഞു, മോനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്ക്, ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചു നോക്ക്, അമ്മ പിടിച്ചതുപോലെ കൂർപ്പിച്ച് പിടിച്ചു നോക്ക്, എന്നിട്ട് വലിച്ചു നോക്ക്, അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അവൻ സമ്മതിക്കണില്ല. എത്ര പറഞ്ഞിട്ടും അവൻ സമ്മതിക്കണില്ല. ഇങ്ങനെയുള്ള കൈ അവൻ ഇങ്ങനെ കാണിക്കണില്ല. എത്ര പറഞ്ഞിട്ടും അവൻ കാണിക്കണില്ല. അപ്പം അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറയണത്, ഇങ്ങനെയുള്ള കയ്യേ ഇങ്ങനെ കാണിച്ചാൽ കയ്യിലുള്ള മിഠായി താഴെ വീഴും എന്നാണ് അവൻ പറയണത്. അതാണ് അവൻ പറഞ്ഞത്. ഇല്ലാത്ത മിഠായിയുടെ പേരാണ് ദുശീലങ്ങൾ. അത് വിടൂല. എത്ര തന്നെ അപമാനങ്ങൾ വരുമെന്നറിയോ നിങ്ങൾക്ക്? എത്രയൊക്കെ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുമെന്നറിയാം? എത്ര ആളുകളുടെ ഇകഴ്ത്തൽ, പരസ്പരം നമ്മളെക്കുറിച്ച് പറയുന്നത് എത്ര ആളുകൾ പറയുമെന്നറിയോ? നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ എത്ര നല്ല മനുഷ്യന്മാരാ,
ആ ചെറുക്കൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആളുകൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്കറിയാം, അങ്ങനെയൊക്കെ പറയും. എന്നാലും ഈ കയ്യിലുള്ള മിഠായി താഴെ ഇടൂല ചില മനുഷ്യന്മാർ. അതാണ് ഈ അടിമത്തം. നമ്മളതിനങ്ങ് അടിമയായി പോവുക ചെയ്യുക. അതുകൊണ്ടാണ് തെറ്റായ ശീലങ്ങളിലേക്ക് കുടുങ്ങരുത് കേട്ടോ എന്ന് മക്കളോട് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത്. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നമ്മുടെ ഭാവിയെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഭാവിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. അത് ഇന്നുള്ളതാ. ഇന്നുള്ള നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. ഈ ശീലങ്ങൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയും. വളരെ ശരിയാ. നമുക്ക് ഭാവിയെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ശീലങ്ങളെ മാറ്റാൻ കഴിയും. ശീലങ്ങൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയും എന്ന്. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒരാളിങ്ങനെ ഹാപ്പിയായി നിലനിൽക്കണം, മനസ്സമാധാനം. മനുഷ്യന്മാർ മുഴുവൻ ഓടി നടക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഹാപ്പിനെസ് കണ്ടെത്തണം. എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച്, ആരാണോ കൂടെയുള്ളത് അവരോടൊപ്പം, എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ഒരാൾ കണ്ടെത്തേണ്ടതാണ് സന്തോഷം. അത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഇപ്പോൾ വേണം. ഓഷോയുടെ ഒരു പുസ്തകമുണ്ട്, അതിൽ ഒരു കഥ പറയുന്നുണ്ട്. ഹോജയുടെ കഥയാണ്. ഹോജയെ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ ഹോജയുടെ അടുത്തൊരാൾ വന്ന്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പണം മുഴുവനും കെട്ടുകളായി ഒരു പെട്ടിയിൽ ഇങ്ങനെ നിറച്ചിട്ട് അദ്ദേഹം ഹോജയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഹോജ, എൻ്റെ കയ്യിൽ ധാരാളം പൈസയുണ്ട്, ഈ പെട്ടി നിറയെ പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് സമാധാനം മാത്രമല്ല എന്ന് പറഞ്ഞു. സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ ഹോജ എന്ന് ചോദിച്ചു. അപ്പോൾ ഹോജ ചോദിച്ചു, ഈ പെട്ടിയിൽ നിറച്ചു എന്താന്നാ പറഞ്ഞ്? പൈസ, പണം ആണോ? ആ. ഇത് കേട്ട പാടെ ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ആര്? ഹോജ. ഇയാൾ പിന്നാലെ ഓടി, ഹോജയെ കിട്ടിയില്ല. അയാൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആളുകളൊക്കെ വന്ന് ചോദിച്ചു, എന്തിനാ കരയണേ? അയാൾ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനോട് സമാധാനത്തിനുള്ളൊരു വഴി ചോദിച്ചതാണ്, അയാളുള്ള സമാധാനം കൂടി കളഞ്ഞിട്ട് എൻ്റെ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുക, കുറേ സമയമായിട്ട് കരയുക. കുറേ സമയം കഴിഞ്ഞപ്പോഴേ ഹോജയുണ്ട് ഇങ്ങനെ നടന്നു വരുന്നത്, ആ പെട്ടി തൂക്കിയിട്ട്. എന്നിട്ട് ഇയാൾക്ക് കൊടുത്തു. ഒരു സോറി പറഞ്ഞിട്ട് ആ പെട്ടി അയാൾക്ക് കൊടുത്തു. അയാൾ വേഗം തുറന്നു നോക്കി പെട്ടിയെ. പൈസ വല്ലതും എടുത്തിട്ടുണ്ടോയെന്നറിയാം. ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. ഒരു കെട്ടുപോലും പൊട്ടിച്ചിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അയാൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഹാവു സമാധാനമായി എന്ന് പറഞ്ഞു. ഹാവു സമാധാനമായി. അപ്പോൾ ഓശ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സമാധാനം. ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞത് എന്താ? സമാധാനം. ഈ കഥ പറഞ്ഞിട്ട് ഓഷോ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ഇപ്പൊ സമാധാനം കിട്ടാനുള്ള കാരണം എന്താണ്? പൈസയാണോ? ആണോ? പൈസ അയാളുടെ കയ്യിൽ നേരത്തെ ഇല്ലേ? അല്ലേ? ഇപ്പൊ എങ്ങനെ സമാധാനം കിട്ടിയത്? സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അത് എവിടുന്നെങ്കിലും കിട്ടേണ്ട ഒന്നല്ല. എവിടുന്നെങ്കിലും കിട്ടേണ്ട ഒന്നാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ സമാധാനം ഇല്ലാതാവുക ചെയ്യുക. കാരണം എവിടെ നിന്നും നമുക്കത് തികയാതെ വരും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്നായിത്തീരും. ഹാപ്പിനെസ് മാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാൾ അയാളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതും വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതുമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നേട്ടങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട സോഴ്സ്. കുറേ നേരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മടുപ്പ് വരുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കയ്യൊക്കെ ഒന്ന് കൊടുക്കുമോ? പേരൊക്കെ ഒന്ന് ചോദിക്കുമോ? എല്ലാവരും പേര് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുമോ? ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന്, എയിമിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും. അതിൽ നിന്ന് അതിനെ ഒരാൾ എത്ര ശ്രദ്ധയോടെ കരുതലോടെ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, നിങ്ങൾ പോകണോ?
ഒരു ഒരു കള്ളനെ മോഷണത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കും എന്നറിയാം? ആ വീട്ടിലെ നായയായിരിക്കും. കാരണം ഈ ആള് വരുന്നുണ്ട് എന്ന് അറിയുന്നതോടുകൂടി നായ കുറയ്ക്കാൻ തുടങ്ങും. അതോടുകൂടി വീട്ടുകാരുണരും ഇയാളുടെ പരിപാടി നടക്കൂല. അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടാവുക നായയായിരിക്കും. അതുകൊണ്ട് ഇയാൾ എന്താ ചെയ്യാന്നറിയോ? വരുമ്പോൾ തന്നെ നായക്ക് കൊടുക്കാൻ ഒരിറച്ചി കഷ്ണമായിട്ടാണ് വരിക. നായക്ക് കൊടുക്കാൻ ഒരിറച്ചി കഷ്ണമായിട്ടാണ് വരിക. എന്നിട്ട് നേരെ അയാൾ വന്നിട്ട് ആ കൂട്ടിലേക്ക് ഇറച്ചി കഷ്ണം ഇടും. നായക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് സ്നേഹമുള്ള കള്ളൻ എന്നാണ് നായ ആലോചിക്കണേ. ആ ഇറച്ചി കഷ്ണം നായ വെട്ടി വിഴുങ്ങും. ആ വെട്ടി വിഴുങ്ങുന്ന സമയം കൊണ്ട് കള്ളൻ എന്ത് ചെയ്യും? അയാളുടെ പരിപാടികളെല്ലാം നടത്തും. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് മോഷണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കള്ളൻ ആ കൂട്ടിലേക്ക് ഒരു നോട്ടം നോക്കും. അവിടെ ആരുണ്ടാവും? നായ ഉണ്ടാവുമോ? നായ മരിച്ചു കിടക്കുന്നുണ്ടാവും. കാരണം കള്ളൻ കൊടുത്തത് ഒരു ഇറച്ചി കഷ്ണം മാത്രമായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിഷത്തിൻ്റെ തുള്ളി ഇട്ടിരുന്നു. ഇതാണ് തെറ്റായ കൂട്ടുകാർ നമ്മൾക്ക് സമ്മാനിക്കുന്ന തെറ്റായ ശീലങ്ങൾ. അത് നമ്മളെ നശിപ്പിക്കുക. സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് സ്നേഹമായിരുന്നില്ല എന്നും അതിനകത്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. 10-30,000 ദിവസം കൊണ്ട് തീരുന്നൊരു ഏർപ്പാടിൻ്റെ പേരാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ ജീവിതം ഒരാൾ സന്തോഷത്തോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, നല്ല സേവനങ്ങളും സ്നേഹവും സന്തോഷവും മനുഷ്യർക്ക് കൊടുത്ത് ഒരായുസ്സിനെ അർത്ഥവത്താക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിച്ചു തീരുന്നത് വരെയുള്ള ഈ ഒരു സമയം അർത്ഥവത്താക്കാനുള്ള ഒരാളുടെ തയ്യാറെടുപ്പാണ് പ്രധാനം. മരിച്ചു കഴിഞ്ഞാൽ പിന്നില്ല. അതാണ് നേരത്തെ ആ ക്ലോക്കിനെ കുറിച്ച് പറഞ്ഞത്. അതുവരെയുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന വാച്ചിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഒരു വാറണ്ടി കാർഡൊക്കെ തരും. വാച്ചിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ മൈക്കിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ വസ്ത്രത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. കുറച്ചു കാലൊക്കെ ഇടാം, പിന്നെ കുറച്ച് അലക്കലൊക്കെ അലക്കുന്നതോടുകൂടി ഇത് തീരും. ഈ ചെരുപ്പിനെ കുറിച്ചറിയാം, പാൻറ്റിനെ കുറിച്ചറിയാം, എല്ലാത്തിനെ കുറിച്ചും നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ നമുക്കൊരു ഏകദേശ ധാരണ പോലും ഇല്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അത് നമ്മളാണ്. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എത്ര കാലം നന്നായിട്ട് അത് പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ എത്ര കാലം അത് കൊണ്ടു നടക്കും നമുക്കറിയില്ല. അത്രയും നിസ്സാരമായൊരു ജീവിതമാണ് ഈ മനുഷ്യൻ്റേത്. റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് കരയുക? അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരാൾ ഈ പാടവരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുക. പാടവരമ്പിലൂടെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴ തട്ടിക്കഴിഞ്ഞാൽ ഇയാളുടെ ഷൂ നനയാൻ പാടില്ല. അതാണ് പ്രശ്നം. നനയാൻ പാടില്ലാത്ത ഷൂ ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ ഷൂ അഴിച്ച് കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി. അവിടെ ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് ചെന്നിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ ഈ ഷൂ ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് വെക്കട്ടെ, മഴ പോയതിന് ശേഷം ഞാൻ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അവിടെ വെച്ചോളൂ. അയാൾ ഷൂ അവിടെ വെച്ചിട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ട് എന്തോ ഒരു സാധനം. അവർ പറഞ്ഞു, ഈ സാധനം കുറച്ച് നേരം ഇവിടെ നിന്ന് വെക്കട്ടെ, മഴ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞേ, അത് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു എന്നറിയോ? രണ്ടാമതായി വന്ന സാധനം ഒരു മയ്യത്തായിരുന്നു, മൃതദേഹമായിരുന്നു. വെക്കാൻ പറ്റില്ല. എത്ര പ്രശസ്തനാണ് ആളെങ്കിലും
എത്ര സുന്ദരിയാണ് ആ മരിച്ചതെങ്കിലും ഇവിടെ വെക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാലേ ഒരു ചെരുപ്പിൻ്റെ വിലയില്ല. ഷൂ ഇവിടെ വെക്കാം, മയ്യത്ത് വെക്കാൻ പറ്റില്ല. മരിക്കുന്ന നിമിഷം വരെയുള്ള ഒരാളുടെ ഈ ഓട്ടം ഉണ്ടല്ലോ, ഇത് അർത്ഥവത്താവുക എന്നുള്ളതാണ് പ്രധാനം. ഇത് മനോഹരമാവുക എന്നുള്ളതാണ് പ്രധാനം. ഈ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. മനുഷ്യർക്ക് സേവനങ്ങൾ കൊടുത്തും മനുഷ്യർക്ക് സ്നേഹം കൊടുത്തും നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ചും ഈ ജീവിതം സന്തോഷകരമാകണം. നേരത്തെ പരിചയപ്പെടാൻ പറഞ്ഞപ്പോഴേ ഞാൻ പരിചയപ്പെട്ടത് നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളെയാണ്. ഈ നിമിഷം മുതൽ അദ്ദേഹം എൻ്റെ സുഹൃത്തായി. അദ്ദേഹത്തിൻ്റെ നാട് കുണ്ടുങ്ങലാണ്. ഞാൻ നേരത്തെ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് കുണ്ടുങ്ങൽ വരെ പോയി ഒരു ചായ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ വെറുതെ റോഡിനെടുത്തതാണ്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. ഒരു വല്യുപ്പയാണ്. അവിടെ വേറെ ഒന്നുമില്ല, കേക്ക് മാത്രമേ ഉള്ളൂ, കേക്കും ചായയും. എന്നാൽ കേക്കും ചായയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേക്കും ചായയും കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഇപ്പം നൗഷാദ് ആയിട്ട് ഞാൻ സംസാരിച്ചു, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. പരിചയപ്പെടുന്നതോടുകൂടി ഞാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അദ്ദേഹം എൻ്റെ ഉള്ളിലും ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, സംസാരിക്കും, ചാറ്റ് ചെയ്യും. നല്ല ബന്ധമായി തമ്മിൽ. ആ അക്കൗണ്ട് ഇങ്ങനെ നിറയാൻ തുടങ്ങും. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടായി, ചെറിയൊരു പിണക്കുണ്ടായി. പക്ഷെ ആ പിണക്ക് പെട്ടെന്ന് തീരും. കാരണം എന്താണെന്നറിയോ, അക്കൗണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. 10 ലക്ഷം രൂപയുണ്ട് അക്കൗണ്ടിൽ. അതിൽ നിന്ന് 1000 രൂപ പിൻവലിച്ചാൽ നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമോ? വരില്ല. എന്നാൽ ആകെ 1000 റുപ്യയുള്ളൂ. അതിൽ നിന്ന് 900 പിൻവലിച്ചു. സങ്കടം വരുമോ? സങ്കടം നല്ലോണം വരും. ഈ അക്കൗണ്ട് ഉണ്ടല്ലോ, ബാങ്കിലെ അക്കൗണ്ട് പോലെ ഒരു പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് ഈ അക്കൗണ്ട്. ഇതെന്താണെന്നറിയോ നിങ്ങൾ? ഈ അക്കൗണ്ടിൻ്റെ പേര് ലവ് അക്കൗണ്ട് എന്ന് പറയാം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ട്, മക്കളും ഉമ്മയും ഉപ്പയും തമ്മിലുണ്ട്, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്, ഉമ്മയും വാപ്പയുമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. എല്ലാ ബന്ധങ്ങളും ഓരോ അക്കൗണ്ടാണ്. അത് കാലിയാകാൻ പാടില്ല. എവിടെയാണോ കാലിയാകുന്നത് അവിടെ അതിങ്ങനെ വരണ്ട് പോകും. അക്കൗണ്ടിൽ പൈസയില്ല. നമ്മൾ ATM എത്ര തവണ ഇട്ടാലും ആം സോറി എന്നാ പറയാ, സോറി എന്നാ പറയാ. ATM മെഷീന് പൈസ ഇല്ല. ATM പോയിട്ട് ഇങ്ങനെ ഉരസിയത് കൊണ്ട് കാര്യമില്ല, പൈസ ഉണ്ടാവില്ല. കാരണം അക്കൗണ്ട് ശൂന്യമാണ്. അക്കൗണ്ടിൽ എന്താണുള്ളത് അതാണ് പുറത്തേക്ക് വരിക. ശൂന്യമാണെങ്കിൽ ശൂന്യതയാണ് പുറത്തേക്ക് വരിക. നമ്മൾ ടാങ്കിൽ കൊണ്ടുപോയിട്ട് കേടായ വെള്ളമാണ് നിറച്ചതെങ്കിൽ പൈപ്പ് തുറന്നാലേ കേടായ വെള്ളമേ വരുള്ളൂ, നല്ല വെള്ളം വരില്ല. അപ്പം മക്കളോടുള്ള ബന്ധത്തിലാവട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലാവട്ടെ, എല്ലാ ബന്ധങ്ങളിലും ഈ അക്കൗണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കണം. അത് കാലിയാകാൻ സമ്മതിക്കരുത്. നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുണ്ട് പൂക്കളൊക്കെ വിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളൊരു പൂവ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അവളെ ഇങ്ങനെ വിളിച്ചു. അവൾക്ക് അതിങ്ങനെ കൊടുത്തിട്ട് പറയാ ലവ് യു. ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാ ഐ ലവ് യു. ഒരാഴ്ചക്കുള്ളത് അവിടെ അക്കൗണ്ടിൽ നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അങ്ങാടി പോകുന്ന സമയത്ത് നിങ്ങൾ എന്തോ ഒരു ചെറിയ സമ്മാനം വാങ്ങി, ഒരു പേനയാവാം, ഒരു പുസ്തകമാവാം, മൂപ്പരിങ്ങനെ വരുന്ന സമയത്ത് അതിങ്ങനെ കൊടുത്തിട്ടേ ഐ ലവ് യു. ആ ഒറ്റ വാക്ക് മതിയാവും. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരാഴ്ചക്ക് മുഴുവൻ സന്തോഷിക്കാൻ അതിനകത്ത് വകയുണ്ടാവും. വലിയ വലിയ കാര്യങ്ങളൊന്നല്ലെന്നേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രധാനം. നിങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് മോളെ അല്ലെങ്കിൽ മോനെ ലവ് യു, ഒറ്റ വാക്ക് മതിയാവും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, അവൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരം പിന്നിട്ട് അവൾ വീട്ടിലാണ്. അവൾ നമ്മുടെ എത്രയോ മുന്നേ ഉണർന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമ്മൾ പോകുമ്പോഴേക്കും എല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളെ ഓഫീസിലേക്ക് വിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. അവൾക്കും ചിലപ്പോൾ ഓഫീസിൽ പോകാനുണ്ടാവും, എത്ര നേരത്തെ ഉണർന്നിട്ടുണ്ടാവും എന്നറിയാം. അതൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടതൊക്കെ ചെയ്ത് തന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം കുറച്ച് ദൂരം പിന്നിട്ടിട്ട് നമ്മളൊരു മെസ്സേജ് അയച്ചിരിക്കണം അവൾക്ക് ലവ് യു. ആ മെസ്സേജ് മതിയാവും.
ഒരു പകൽ മുഴുവനും ആനന്ദത്തോടെ കഴിയാൻ ആ ഒറ്റ നിമിഷം മതിയാവും. വല്ല ചെലവുണ്ടോ? ഒരു ചെലവില്ല. ഇതാണ് ഈ അക്കൗണ്ട് നിറയാനേ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അതാണ് ഈ ലവ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിയാവും. നമ്മുടെ അടുത്ത് വന്ന ഒരു ഉമ്മയെ ഓർമ്മയുണ്ട്. അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു പോയതാ. കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനായിരുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. പക്ഷെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ ഈ ഉമ്മാക്ക് കഴിയണില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്നത്തെ അതേ സങ്കടം. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി വന്നതായിരുന്നു. എന്നിട്ട് അവർ പറയണ മുഴുവനും ഭർത്താവിനെ കുറിച്ചാണ്. സാറിനറിയോ, എൻ്റെ കൂടെ ഇങ്ങനെ കഴിയും, എത്ര തിരക്കാണെങ്കിലും എൻ്റെ കൂടെ സമയം ചെലവഴിക്കും, എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിരിക്കും, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ സഹായിക്കും, എത്ര തിരക്കിനിടയിലും എന്നെ സഹായിക്കാൻ വേണ്ടി സമയം കണ്ടെത്തും. സാറിനറിയോ, എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് പോലും മൂപ്പരാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കരഞ്ഞു. ഇതാണ് അക്കൗണ്ട്. ആ നഖക്കൊന്ന് മുറിച്ചുകൂടെ എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. ആ കട്ടനെടുത്തിട്ട് ആ നഖം ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നതോടുകൂടി ഭർത്താവിൻ്റെ ആകാം, ഭാര്യയുടെ ആകാം, മക്കളുടെ ആകാം, ആരുടെ ആവട്ടെ, ആ നഖം ഇങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഒരു ഓർമ്മയെ ഇങ്ങനെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരാണല്ലോ, അവർ ഹാപ്പി ആവട്ടെ. നമ്മുടെ വീട്ടിലൊരു 4-5 ആൾക്കാരൊക്കെ അല്ലേ ഉള്ളൂ, അവർ സന്തോഷിക്കട്ടെ. ഓരോ ആളും ഓരോ സ്വഭാവത്തിലൊക്കെ ഉള്ള ആളുകളായിരിക്കും. അവരവരുടെ സ്വഭാവങ്ങളിൽ തന്നെ അവർ ജീവിക്കട്ടെ. ഓരോ ആളുകൾക്ക് ഓരോ കാഴ്ചപ്പാടൊക്കെ ആയിരിക്കും. അങ്ങനെ തന്നെ ജീവിക്കട്ടെ. ഒരു പുഴുവാണോ ഇപ്പോൾ, ആ പുഴുവായിട്ട് സ്നേഹിക്കുക. പൂമ്പാറ്റയാകാൻ കഴിയുമെന്ന് നമുക്കറിയാം. പൂമ്പാറ്റയാകാൻ അവനെ സഹായിച്ചുകൊണ്ടിരിക്കുക, അവളെ സഹായിച്ചുകൊണ്ടിരിക്കുക. ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാ ബന്ധങ്ങളിലും ഇതേ ചെയ്യാനുള്ളൂ. ഒന്ന്, ഇപ്പോൾ അതൊരു പുഴുവാണ്, ആ പുഴുവായിട്ട് തന്നെ സ്നേഹിക്കുക. പക്ഷെ നമുക്കറിയാം അതിന് പൂമ്പാറ്റയാകാൻ കഴിയും. പൂമ്പാറ്റയാകുന്നത് വരെ സ്നേഹിക്കാൻ കാത്തിരിക്കരുത്. പൂമ്പാറ്റയായിട്ട് സ്നേഹിക്കുള്ളൂ എന്ന് പറയരുത്. പൂമ്പാറ്റയായിട്ട് സ്നേഹിക്കുക. പൂമ്പാറ്റയാകാൻ അതിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അതേ ചെയ്യാനുള്ളൂ. ഇപ്പോൾ അതൊരു മൊട്ടാണ്, ഒരു മൊട്ട. കുറച്ച് കാലം കഴിഞ്ഞാൽ അതെന്താവും? പൂവാകും. ഇപ്പം തന്നെ അതിനെ പൂവാക്കാൻ ശ്രമിക്കരുത്, അത് പൂവാകൂല. അങ്ങനെ കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മൊട്ടാണെങ്കിൽ ഇപ്പം മൊട്ടാകാനേ കഴിയുള്ളൂ. ഇപ്പം തന്നെ അതിനെ ഇങ്ങനെ പിച്ചിപ്പറിച്ചിട്ട് പൂവാക്കാൻ ശ്രമിക്കരുത്. പല രക്ഷിതാക്കളും അങ്ങനെ ചെയ്യുക. ആവശ്യത്തിലേറെ ഭാരം കൊടുക്കും കുട്ടികൾക്ക്. പൂവാകുന്നത് വരെ കാത്തിരിക്കില്ല. മൊട്ടാകുമ്പോഴേ അതിനെ പൂക്കളാക്കാൻ വേണ്ടി ശ്രമിക്കും. നടക്കൂല. പൂവായിട്ട് പിന്നെ സ്നേഹിക്കാം, ഇപ്പം മൊട്ടായിട്ട് സ്നേഹിക്കണം. തോറ്റ് നിൽക്കുമ്പോൾ സ്നേഹിക്കണം. മാർക്ക് കുറഞ്ഞിട്ട് വരുമ്പോൾ സ്നേഹിക്കണം. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്നും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരാനന്ദമായി കഴിയണം. അതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനുണ്ട്, ജർമ്മനിയിൽ പഠിക്കുന്ന. അവനൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞതാണ്, അവൻ എന്നെ ഇക്കാക്ക എന്നാ വിളിക്കുക. അവൻ പറഞ്ഞതാണ്, ഇക്കാക്ക, എൻ്റെ റൂമിലുള്ള എല്ലാവരും മദ്യപിക്കും, അവരെന്നെ വിളിച്ച് അവിടെ ഇരുത്തും. ഒറ്റയ്ക്കിരിക്കാൻ അവരെന്നെ സമ്മതിക്കില്ല. അങ്ങനെ അവരെന്നെ വിളിച്ചിരുത്തും. എന്നാലും ഞാൻ പെപ്സിയെ കുടിക്കുള്ളൂ, ഞാൻ മദ്യം തൊടൂലക്കാക്കാന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാരണമാണ് അവൻ പറഞ്ഞത്. കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ഞാൻ പറ്റിക്കൂല എന്നാണ് പറഞ്ഞത്. ഒരു CCTV വെച്ചിട്ടില്ല അവിടെ, ആരും കാണുന്നില്ല അവിടെ. പക്ഷെ എന്നാലും അവൻ പറയാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ വിശ്വസിക്കുന്നുണ്ട്, അവരെ ഞാൻ പറ്റിക്കൂലക്കാക്ക. അതാണ് സ്നേഹം. പേടികൊണ്ടല്ല നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടത്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. പഠിച്ചവൻ അത്രയേറെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. പഠിച്ചവനോടുള്ള സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രണയം പോലുള്ള സ്നേഹം, തീരാത്ത സ്നേഹം. അതിനാണല്ലോ പ്രണയം എന്ന് പറയാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം. അതാണ് ഉപ്പാനോടും ഉമ്മാനോടും പഠിച്ചവനോടൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ എവിടെ പോയാലും നമ്മൾ തെറ്റൂല. ജർമ്മനിയിലും പഠിച്ചവനുണ്ട്, ഇവിടെ മാത്രമല്ലല്ലോ അല്ലേ? ഓക്കെ. ബാപ്പയും ഉമ്മയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. ഒരു ഇല ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഇല മാത്രമല്ല ഉണ്ടാവുക,
ഇലയുടെ കൂടെ ഒരു ചെറിയ തണ്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? അതെന്തിനാ? ആകാശത്തു നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, ഒരു മരത്തിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വീണതാണ്. അതാ ആ തണ്ടാണ് ഈ പൊക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് യാതൊരു ആവശ്യമില്ല, ഒറ്റ ആവശ്യമുള്ളൂ. അതെന്താണെന്നറിയോ? ഓർമ്മയാണത്. സനാതനമായ ഓർമ്മയിലേക്ക് നമ്മളെ നിരന്തരമായി വിളിച്ചു കൊണ്ടുപോകുന്ന ക്ഷണപത്രത്തിൻ്റെ പേരാണ് ഈ പൊക്കിള്. എല്ലാവർക്കും ഈ പൊക്കിൾ അവസാനം ചെന്നെത്തുന്ന ഒരൊറ്റ ഉമ്മയിലാണ്. ഒറ്റ അമ്മയിലാണ്, രണ്ടമ്മല്ല, എല്ലാവർക്കും ഒരമ്മയുള്ളൂ. സുരേഷിനും കൃഷ്ണേട്ടനും ജോസഫേട്ടനും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു പൊക്കിളുള്ളൂ. അവസാനം ചെന്നെത്താൻ ഒരു ഉമ്മയുടെ പൊക്കിളുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഈ മനുഷ്യരെ ഇങ്ങനെ വിസ്മയകരമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ. എൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ പറഞ്ഞിട്ട് 2 വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, ഉമ്മയോടുള്ള എൻ്റെ ഒരു അനുഭവമാണ്. ഉമ്മ 2013 മരിച്ചത്. അങ്ങനെ ഉമ്മ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലായിരുന്നു. ഒരാഴ്ചയോളം കോമയിലാണ് കിടന്നത്. അങ്ങനെ അവസാനം തിരിച്ചു കിട്ടൂല എന്നുറപ്പായപ്പോൾ ഡോക്ടർ വന്നിട്ട് ഞങ്ങളോടൊക്കെ കാണാൻ പറഞ്ഞു. ഞാനപ്പോൾ കയറിയില്ല, എൻ്റെ ഇക്കാക്കന്മാരൊക്കെ പോയിട്ട് കയറി വന്ന് എല്ലാവരും പോയി കണ്ട് തിരിച്ചു വന്നു. ഞാൻ അവസാനം കയറി. അവസാനം ഇങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറയണമെന്നൊന്നും ഉമ്മാക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഉമ്മ ഏകദേശം ഈ ലോകത്തിൻ്റെ കളം വിട്ട് പോകാൻ ഒരുങ്ങാണ്. ഉമ്മാനങ്ങ് അടുത്തിങ്ങനെ ചെന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ മുഖത്തിങ്ങനെ ഒഴിഞ്ഞിട്ട് ഉമ്മയോട് ഒരു കാര്യത്തിന് മാപ്പ് ചോദിച്ചു. കുറേ മുമ്പ് ഉമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലായിരുന്നു. ചങ്ങായിമാരെ കൂടെ ഒരു കളിക്കാൻ പോകുന്ന സമയത്തോ ഒക്കെ ആയിട്ട് ഞാനത് ചെയ്തില്ല. അന്ന് ഉമ്മ രാത്രി എന്നോടിങ്ങനെ സങ്കടം പറയുകയും ചെയ്തു. ആ കാര്യത്തിന് മാപ്പ് ചോദിച്ചിട്ട് ഉമ്മാനോട് സലാം പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതാണ് ഒരനുഭവം. രണ്ടാമത്തെ അനുഭവം, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് ചോദിച്ചിരുന്നു, ജീവിതത്തിൽ ഏറ്റവും ദുഃഖിച്ചതെന്നാണ്, സങ്കടപ്പെട്ടതെന്നാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചത്. ദുഃഖമാണല്ലോ കൂടുതൽ, അല്ലേ? ദുഃഖങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാ, സന്തോഷങ്ങൾ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പം അതിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എൻ്റെ ഉപ്പ മരിച്ചത് 2015 അങ്ങനെ ഉപ്പ മരിച്ചൊരു 3-4 മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം വാട്സാപ്പിലെ കോണ്ടാക്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഉപ്പാൻ്റെ നമ്പറിൽ ആരോ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആളാരാ നോക്കി, എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരാളാണ്. കാരണം ഒരു നമ്പർ കുറച്ചു കാലം ഒരാൾ ഉപയോഗിക്കാതിരുന്നാൽ ആ നമ്പർ കമ്പനി വേറെ ആളുകൾക്ക് കൊടുക്കുമല്ലോ. അങ്ങനെ ആർക്കോ കിട്ടിയിട്ടാ അവരാ നമ്പറിൽ വാട്സാപ്പ് എടുത്തതാണ്. അപ്പം ഇനി ആ നമ്പർ ഞാൻ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് ഉപ്പാൻ്റെ നമ്പർ അല്ലല്ലോ. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പാന്നാണ് ഞാൻ സേവ് ചെയ്തിരുന്നത് നമ്പർ. ഇപ്പാന്ന് സേവ് ചെയ്ത ആ നമ്പറിൽ നിന്ന് എത്രയോ പ്രാവശ്യം, ഒരു പക്ഷേ 1000കണക്കിന് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരാൾ വിളിക്കാനില്ല എന്ന് മാത്രമല്ല, ആ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല. അത് റിയലൈസ് ചെയ്ത സമയത്താണ് ശരിക്കും കണ്ണ് നിറഞ്ഞത്. അതുകൊണ്ട് ഉപ്പ കോളിംഗ്, അല്ലെങ്കിൽ അമ്മ കോളിംഗ്, അച്ഛൻ കോളിംഗ് എന്നൊക്കെ ഫോണിൽ വരുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അതിങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അച്ഛൻ കോളിംഗ്, അല്ലെങ്കിൽ അമ്മ കോളിംഗ്, വാപ്പ കോളിംഗ് എന്നൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ കോള് വരുന്നുണ്ട് എങ്കിൽ, വാപ്പയും ഉമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മളും ഹാപ്പി ആവുക, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും ഹാപ്പി ആക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. അത് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മാച്ച് കഴിഞ്ഞിട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ പ്രസംഗം.
ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട, ഒരുപക്ഷെ ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ്. ഞാൻ പുറത്താകുമ്പോൾ ഒരു രാജ്യമാണ് പുറത്താകുന്നത് എന്ന ഓർമ്മയിൽ തലകുനിച്ച് നടന്നുപോയിരുന്ന മനുഷ്യനാണ്. സച്ചിൻ ഔട്ടായി എന്ന് കണ്ടറിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യന്മാരുടെ അത്ര എണ്ണം മനുഷ്യന്മാർ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉണ്ട് ഇന്ത്യയിൽ. അത്രയേറെ മനുഷ്യർ സ്നേഹിക്കുന്ന ആളാണ് സച്ചിൻ. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്.